ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ നോമ്പിനും ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു വത്തക്ക ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ, എന്നാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെങ്കിൽ മനസ്സിലാവുള്ളേ. അപ്പോൾ നമുക്ക് വത്തക്ക ജ്യൂസ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ ഞാനിതാ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം വത്തക്ക എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ വത്തക്ക മുഴുവനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുതിനയിലാണ് കേട്ടോ, മിന്റ് ലീഫാണ്. അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില കുറെ കൂടി പോരുത് കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. നമുക്ക് ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പൊ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് നടിച്ചിട്ടെടുക്കാം. അപ്പൊ ഞാൻ നമ്മള് വത്തക്ക ഇവിടെ നന്നായിട്ട് നടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു നാരങ്ങന്റെ പകുതി എടുത്തിട്ട് അതിന്റെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് അരിപ്പയിലേക്ക് ഒഴിച്ച് നരിച്ചെടുക്കാം. അതിന്റെ കുരുവൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ അരിപ്പയിലേക്ക് ഒഴിച്ച് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരത്തിന് ശർക്കരക്ക് പകരം വേണമെങ്കിൽ തേൻ ചേർത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ നമ്മുടെ ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മളെ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള വത്തക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇനി വത്തക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.